രഹന ഒന്ന് നിക്ക്, ഞാനുണ്ട്. ആ നീയോ? സുനിത നേരത്തെ പോയോ? കണ്ടില്ല. നേരത്തെ പോയിണ്ടാവും, എക്സാം അല്ലേ. എക്സാം എളുപ്പമുണ്ടായാ മതിയായിരുന്നു. എക്സാം തുടങ്ങാൻ 10 മിനിറ്റ് ഉള്ളൂ, വേഗം പോവാ. എന്റെ ആൾ ടിക്കറ്റിലെ ഫോട്ടോ വളരെ ബോറായി. എന്റെ ആൾ ടിക്കറ്റ് ഒന്ന് നോക്കട്ടെ. അല്ല, ഹോൾ ടിക്കറ്റ് കാണുന്നില്ല. ഞാൻ വീട്ടിൽ വെച്ച് മറന്നു. ഈ ബാഗ് ഒന്ന് പിടിച്ചാ ഞാൻ പോയി എടുത്തിട്ട് വരാം. എവിടേക്കാ പോണ്ടേ? എനിക്ക് എക്സാമാ, ഒന്ന് വേഗം സ്കൂളിൽ എത്തിച്ചു തരുമോ? വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. അല്ല, എങ്ങോട്ടെങ്ങനെ പോണേ? ഇതല്ല വഴി. എന്നെ ഉപദ്രവിക്കരുത്. എന്നെ ഇവിടെ ഇറക്കി വിട്ടാ മതി. ഇറങ്ങിക്കോ. അടിക്ക നല്ല മീണ്ട് ഇവിടെ. ഇരീനാണ് ആ മലക്കം പറയണേ. ഇവിടെ നല്ല മീണ്ട് കണ്ടേ. ബിരാലും ആരിലെ കണ്ടല്ലോ പഠിച്ചോനെ. ഇന്നൊരു കോളൊത്തിക്കണ്. ഇരുമീനൊക്കെ ഓട് 1 2 ഇവിടെ നല്ല വീണ്ടിട്ടോ. ഇരുമീനാണ് പോയത്. നല്ല രസമുള്ള മീനേക്കാരെ. എനക്കിഞ്ഞു വല്ല ആയുസല്ല മീനേ. ഒച്ചുണ്ടാക്കി അയറ്റകളെ പായിപ്പിച്ചോണ്ടു. വലിയ മീൻ പോയാലെത്താ. എനിക്ക് പെരലല്ലേ ഇഷ്ടം. ഇച്ച വരലത് ഇഷ്ടം. അളിയാ പെരലിനെ മനസ്സന്മാരാരെയും തിന്നു. ഇപ്പൊ ഞാൻ തുപ്പിയ തുപ്പലും കഫൊക്കെ അതിന്റെ തൊള്ളിയിലുണ്ടാവും. അതാരെയും നന്നാക്കലുണ്ടോ? തല പോലും മുറിച്ചു വെക്കാതല്ലേ മനസ്സന്മാരതിനെ തിന്നണ്. അത് ശരിയാണല്ലോ. ഔ അല്ലേന്റെ ഒരു ബുദ്ധി. എന്റെ പറച്ചിലാട്ടാ തോന്നുന്നു. ഞാൻ എപ്പോഴെങ്കിലും ശരി അറിയലുള്ളൂ. എന്നാ നമുക്ക് തോട്ടം പൊട്ടിച്ചല്ലേ. തിരക്കൂട്ടല്ലേ. ഒരു മിനിറ്റ്, ഞാൻ കുടിയേക്കൊന്ന് വിളിച്ചോട്ടെ. ഹലോ, ആ നബീസ, ഇന്ന് ഇനി മീൻകാരോടൊന്നും മീൻ വാങ്ങണ്ട. ഞാൻ നല്ല പൊയമീൻ കൊണ്ടുവരാം. ഇരീനും ബില്ലും ബിലാലൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവേ. ആ അപ്പളേ ഇജൊരു കാര്യം ചെയ്തു. എളുപ്പത്തിൽ കുറച്ച് മല്ലിമുളക് അരച്ചോ. ഉപ്പ് പാകത്തിന് മതി. കാട്ടം കളഞ്ഞ് പൊരിച്ചാൽ മതിട്ടോ. എന്നാ ശരി, വെക്കട്ടെ. വീരാക്ക് തീറ്റ കൊടുക്കാൻ നമ്മള് കുറച്ച് അണ്ടിപ്പരിപ്പ് തേങ്ങയും പഞ്ചാരൊക്കെ ഇട്ട് നെയ്യിലിട്ട് മൂപ്പിച്ച് കൊണ്ടു നിക്കണ്. എടുക്കട്ടെ. എന്നെ അങ്ങനെയാണെങ്കിൽ ചാകാൻ പോണ മീനൊക്കെ കൊടുക്കണം. ഞമ്മക്കവിടെ തിന്നാ പോയി കാട്ടിയാച്ചി. ഇച്ചിപ്പ അതല്ല, ബിരാലിനെ ഒന്നും മുറിച്ചാൻ പറ്റിയ കത്തി പേരിയില്ല. സാരില്ല, നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങാം. പയ മുറിച്ചാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരുക്കും കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ കത്തിക്കല്ലേ. ഇങ്ങളൊക്കെ നമ്മള് കാണിച്ചാണ് വീരാളെ. എവിടെ ഇട്ടിട്ടിട്ടിട്ടിട്ടില്ല. അങ്ങോട്ട് ഇട്ടോളിട്ടാളിയാ. അന്റെ ഒക്കെ നമ്മള് കാണിച്ചരടി. അല്ലല്ലേ എങ്ങളിട്ടോളി. ഞാൻ ശരിയല്ല. ഇങ്ങളിട്ടാ മതി അളിയാ. ഇങ്ങളിട്ടല്ലേ. അല്ല എങ്ങളിട്ടാലേ ശരിയുള്ളൂ അളിയാ. ബസ്സിന്റെ പൈസ ഇങ്ങളെല്ലാം എടുത്തല്ല. അതോട് ഇങ്ങളിട്ടാലേ. കുടിച്ച് ഇങ്ങളിട്ടാലേ കുട്ടിയുള്ളൂ. കുടിച്ചളിയാ. അത് അളിയാ, അളിയോ, അളിയാ ആവിയായി പോയല്ല അടിച്ചോനെ. വരാൻ കുറച്ചും കൂടി താമസമുണ്ട്. ഇതൊരു കാര്യം ചേച്ചി, കുറച്ച് തേങ്ങ കൂടി അരച്ച മുളക് കിട്ടി തേങ്ങാ ചമ്മന്തി ആക്കിക്കളാം.
ഇപ്പൊ മീനേക്കാളും ചാതി ചമ്മന്തിക്ക. വേറൊന്നുമില്ലല്ലോ, വെക്കട്ടെ. നമ്മളെ റസാഖന്റെ കാര്യ കഷ്ടം. സുഖമില്ലാണ്ട് കിടക്കുക. കുടുംബക്കാരും തിരിഞ്ഞു നോക്കണില്ല. നമ്മുടെ നാട് ആകെ മാറിപ്പോയി. നാട് മാത്രല്ല, നാട്ടുകാരും എല്ലാരും ഒരുപാട് മാറിപ്പോയി. പഴയ കാലത്തുള്ള സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള അടുപ്പമൊക്കെ ഈ കാലത്തില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. പണ്ടൊക്കെ നാട്ടിൽ കല്യാണത്തിന് പന്തലിടലും തോരണം കെട്ടലും നമ്മളൊക്കെ തന്നെയല്ലേ. ഇപ്പൊ ചോറുന്നാ മാത്രമുള്ളൊരു ബന്ധം. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. മുനീറെ, നീ ആകെ മാറിപ്പോയല്ലോ. മാറാതിരിക്കാൻ പറ്റൂ? ദുനിയാവില് മാത്രം ജയിച്ചാ പോരല്ലോ ഞമ്മള്, പരലോകത്തും വേണ്ടേ ജയം. ജമാലെ, നീ എന്റെ കൂടെ ചേര്. അടുത്ത വെള്ളിയാഴ്ച കോട്ടക്കൽ പള്ളിയിലൊരു ജമാഅത്തുണ്ട്. നമുക്കൊക്കെ മരിച്ചു പോണ്ടടാ. എന്റെ കൂടെ ഞാൻ ചേർന്നാല് എന്റെ വീട്ടുകാരും നോക്കും? ഇജ്ജ് നോക്കുവോ? അള്ളാഹുവിലെല്ലാം തവക്കുലാക്കിയാൽ ഒന്നും പേടിക്കാനില്ല. നാളെ നമ്മൾ മരിച്ചു പോയാൽ വീട്ടുകാരെന്തു ചെയ്യും? ജീവിച്ചിരിക്കുമ്പോ വീട്ടുകാർക്ക് യാതൊരു ഉപകാരമില്ലാതിരിക്കലും ഭേദം മരിച്ചു പോണതാ. അല്ല, ഈയൻ തന്നെ കളിയാക്കുക? എടാ, ഇതിൽ വന്ന ശേഷം എന്റെ ജീവിതം തന്നെ പാകെ മാറി. അതെന്റെ ഈ താടി മൂടിയും കോലും കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴാ ഞാൻ ഈമാന്റെ മാധുര്യം ആസ്വദിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ എനക്ക് മനസ്സിലാവില്ല. ഒരു ജമാഅത്തിൽ പങ്കെടുത്താ എനിക്കത് ബോധ്യപ്പെടും. സ്വന്തം കുടുംബം നോക്കണതും ഇസ്ലാം പറഞ്ഞ കാര്യ. അതിലും ഈമാൻ ആസ്വദിക്കാം. ഈ ഒന്നുകൂടി കാര്യമായിട്ട് ആലോചിക്ക്. നിന്റെ വീട്ടിലെ ചെലവിജി നടത്തുവോ? എന്നാ ഞാൻ കൂടെ പോരാ. അള്ളാ എനിക്ക് നല്ല മനസ്സ് തരട്ടെ. അനക്കും. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എടാ സിസേ, ഒന്നവിടെ നിക്കടാ. നിങ്ങളൊക്കെ കൂടിയിട്ട് അവനെ വഷളാക്കുന്നത്. ഓന്റെ ബൈക്ക് വിട്ടാളി. ഓനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടാ അങ്ങോട്ട്. അസീസേ, ഈ ഇപ്പൊ എന്താണ് ഓർത്തതെന്ന് എനിക്കറിയാം. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഓന്റെ പഴയ കാലത്തുനിന്ന് ഓനെ മാറ്റിയെടുത്ത് ബാങ്ക് കൊടുത്ത പള്ളിയിലെത്തണ ഓനെ കണ്ട് എന്റെ കണ്ണ് കുളിർന്ന്. പഴയ കാലത്ത് എന്റെ കുട്ടി ചെയ്ത തെമ്മാടിത്തരം മുഴുവനും ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കി. പടച്ചോനെ, എന്നെ ശിക്ഷിക്കണേ, എന്റെ കുട്ടീനെ രക്ഷിക്കണേ എന്ന് വരെ ഞാൻ തോർന്ന്. എന്നോ ഓന്റെ പെണ്ണിനും കുട്ടിയക്കും ഒരു പണിയും തൊഴിലും ഇല്ലാത്ത ഞാൻ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാ. നിങ്ങൾ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുനീറിനൊന്ന് കാണട്ടെ. നിങ്ങൾ സമാധാനപ്പെടും. ഒപ്പയില്ല മക്കളെ? ആരാ? മുനീറുണ്ടോ? ഓ ഉണ്ട്, നിസ്കരിക്കാണ്. കയറി ഇരുന്നോളി, ഞാൻ വിളിക്കാം. ആ. മക്കള് പോയി കളിച്ചോളിട്ടോ. ആ വേം വാ കളിക്ക. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ നിന്നെ തെരഞ്ഞ് മാർക്കറ്റിൽ പോയിരുന്നു. നീ ഇപ്പൊ അവിടെ നിന്ന് ചെല്ലാറില്ലെന്നറിഞ്ഞു. അപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. ഒന്നാമത് എനിക്കിപ്പോ തീരെ സമയം കിട്ടാറില്ല. പല സ്ഥലങ്ങളിലും പോവാനുണ്ടാവും. ഒരാഴ്ച പുറത്തായിരുന്നു. ജമാഅത്ത് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തിയിട്ടുള്ളൂ. ഇപ്പൊ തിരക്കിലാണോ? ഇല്ല, മഗ്‌രിബിന് ശേഷം ക്ലാസ് ഉണ്ട്. എന്നാ അതുവരെ നമുക്കൊന്ന് പുറത്തിറങ്ങി നടന്നാലോ? അല്ല, ചായ കുടിച്ചിട്ടിറങ്ങാ? വേണ്ട, വാ. ആ, എന്നാ ശരി. ബാപ്പ എവിടെ? ബാപ്പ റേഷൻ വാങ്ങാൻ പോയതാ. ആ പഴയ കാലം തിരിച്ചു വന്നെങ്കിലും നാശിക്കുക. അതൊന്നും നടക്കില്ലല്ലോ. ഞാൻ ആ കാലം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊരു ജാഹിലിയത്തായിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായിരിക്കാം. പക്ഷേ അന്നും ഇന്നും എന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല.
അള്ളാഹുത്താല ഭൂമിയിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കൂല. അപ്പോ എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്നോട് തർക്കിക്കാൻ ഞാനല്ല. മുനീർ, നീ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് കൂട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിന്റെ വീട്ടുകാരെ തന്നെയാണ്. അതവരുടെ തോന്നലാണ്. ദുനിയാവിനോട് അടുപ്പം കൂടിയാ അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് ദുനിയാവിനോട് യാതൊരു താല്പര്യവുമില്ല. ദുനിയാവിനോട് അമിതമായ സ്നേഹം പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യനെ അകറ്റുമെന്നുള്ളത് സത്യമാണ്. വലാ തൻസ നസീബക്ക ദുനിയ, ദുനിയാവിൽ നിനക്കുള്ള ഓഹരി നീ മറക്കണ്ട എന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്കു നീ ഗുണം തരണമേ എന്ന് റസൂല് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇഹലോകത്തെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ടല്ലോ. നീ ഗൾഫിൽ പോയത് വലിയ ആലിമാകാനായിരുന്നു. ആലിമൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഗൾഫിൽ വെച്ച് അതിൽ ധാരാളം സമയവും കിട്ടി. എത്ര വായിച്ചു പഠിച്ചാലും അറിവിന്റെ കാര്യത്തിൽ നമ്മൾ വെറും ശിശുക്കളാണ് മുനീറെ. ഞാനും നിന്നെ പോലെ പല കിതാബുകൾ വായിക്കുകയും ആലിമ്യങ്ങളുടെ ക്ലാസുകൾ പങ്കെടുക്കുകയും ചെയ്ത ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. എന്നാൽ നീ പഠിച്ചിട്ടുള്ളത് മിഥ്യയാണ്. തന്റെ കുടുംബം നോക്കാൻ നടക്കുന്ന ഭക്തി യഥാർത്ഥ ഭക്തിയല്ലെന്നാണ് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലിന്റെ വീട്ടിൽ 3 പേര് വന്നു. റസൂല് വീട്ടിലില്ലായിരുന്നു. അവർ പ്രവാചക ഭഗ്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിന്റെ ആരാധനാമുറകളെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കി. തങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിലൊന്നുമല്ല റസൂലിന്റെ ആരാധനാ രീതി എന്നവർക്ക് മനസ്സിലായി. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകലമാന തിന്മകളും പുറത്തു കൊടുക്കപ്പെട്ട അഷ്റഫുൽ ഹൽക്കായ റസൂലിനെപ്പോലെയല്ലല്ലോ നമ്മൾ സാധാരണ മനുഷ്യരല്ലേ എന്നു ചിന്തിച്ച അവരിൽ ഒരാൾ രാത്രി മുഴുവനും നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. രണ്ടാമത്തെയാൾ ജീവിതം മുഴുവൻ വ്രതമെടുക്കുമെന്ന് തീരുമാനിച്ചു. മൂന്നാമത്തെയാൾ ദാമ്പത്യ ജീവിതം പോലും തിരസ്കരിച്ച് ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ റസൂൽ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അവരെ പ്രോത്സാഹിപ്പിച്ചു കാണും. അല്ല, എപ്പോഴും സുസ്മേരവദനായി കാണാറുള്ള മുത്ത് റസൂലിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. ഫമൻ റഹിമാൻ സുന്നത്തി വലൈസമിന്നി, എന്റെ സുന്നത്തിനെ വെറുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അരുളിയത്. എന്നിട്ട് അദ്ദേഹം അക്കാര്യം വിവരിച്ചു. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, വീട്ടാറുമുണ്ട്, ഞാൻ വിവാഹിതനാണ്, കുടുംബം നോക്കാറുണ്ട് എന്നൊക്കെ. ഒരു മുസൽമാൻ എങ്ങനെയായിരിക്കണമെന്നതിന് റസൂലിൽ പരം മാതൃകയാവാൻ മറ്റാരുണ്ട്? ആ മഹാന്റെ കാലശേഷം വിവരം കെട്ട ആരെങ്കിലും അതിരുവിട്ട ഭക്തിയെക്കുറിച്ച് വാറോലകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ മുസൽമാൻ ബാധ്യസ്ഥനുമല്ല. മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതെല്ലാം ബിദ്അത്തുകളാണ്, അഥവാ തള്ളപ്പെടേണ്ടവയാണ് എന്നത്രേ തിരുവചനം.